ഹലോ, വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ബദാമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ മടിയുള്ള കുട്ടികളെ നമുക്ക് ബദാം കഴിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ആദ്യം തന്നെ നമ്മൾ എടുത്ത ബദാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒന്ന് നമ്മുടെ ഈ ബദാമിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ബദാമിൻ്റെ തോലൊക്കെ നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ബദാമിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം വെള്ളം നല്ല പോലെ ഊറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബദാം തോല് കളഞ്ഞതിന് ശേഷം അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിക്കാതെ വേണം നമ്മൾ വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ബദാം നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വെച്ച ബദാമും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബദാമും കൂടെ ചേർത്ത് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് വേണം നമ്മൾ മാറ്റി കൊടുക്കാൻ. അപ്പം തണുപ്പൊന്നും ഇതിലേക്ക് അടിക്കാൻ പാടില്ല. തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവും, പൂത്തു പോവുകയൊക്കെ ചെയ്യും. ഇത് കുട്ടികൾക്ക് ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കൊടുക്കുന്നതിന് പകരം ബദാം നമ്മൾ ഇതേപോലെ പൊടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര ബദാം കഴിക്കാത്ത കുട്ടികളും ബദാം കഴിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കില്ലേ പാലിൽ, അതേ രീതിയിലാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് ഹെൽത്തിന് നല്ലതാണ് ഈ ബദാം മിൽക്ക്. ബദാം കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ്. ഇതേപോലെ ചെയ്താൽ മതി. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിനി മധുരം ഒന്നും പാലിൽ വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് പൊടിച്ചപ്പോൾ തന്നെ മധുരം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. കുട്ടികളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. ബദാമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കത്തില്ല. അപ്പോൾ ബദാം കഴിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐഡിയ ആണ് ഇതിട്ടത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു ബദാം മിൽക്കാണ് കേട്ടോ. ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.